എൻ്റെ ആദ്യത്തെ അവാർഡാണ് ശ്രീരാമു കാര്യാട്ട് സാറിൻ്റെ പേരിലുള്ള. ജനിച്ച കാലം മുതൽ ചെമ്മീൻ സിനിമ, അതിൻ്റെ ഒരു ഇതിഹാസം, അത് എങ്ങനെയാണ് ലോകത്തിൻ്റെ നെറുകയിലെത്തിയത്, എങ്ങനെയാണ് മലയാള ഭാഷയെ, മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചതെന്ന കഥകൾ കേട്ട് വളർന്നതാണ് എൻ്റെ കുട്ടിക്കാലം. ആ ചെമ്മീനിലെ പാട്ടുകളൊക്കെ മനസ്സിലേക്ക് വരികയാണ്. വയലാറിൻ്റെയും ഒക്കെ മനോഹരമായ വരികളുള്ള ആ വലിയ കലാകാരൻ്റെ, ലോകമെമ്പാടുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാകാരന്മാരെ ഒരുമിച്ച് നിലനിർത്തിയ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിൻ്റെയും സത്യമാഷിൻ്റെയൊക്കെ അഭിനയം കണ്ട ഞങ്ങളുടെ കുട്ടിക്കാലം, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഇത് മുറ സമ്മാനിച്ച എൻ്റെ സംവിധായകനും ടീമിനും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. മുറ എന്ന ചിത്രത്തിൽ ഇന്ന് മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന മലയാള സിനിമയുടെ തന്നെ നട്ടലായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലൻ അവറുകളിൽ നിന്ന് ഈ അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷം. ഈ അവാർഡ് നൽകിയ പ്രമോദ് പപ്പൻ സർ, പാതുക്ക, എൻ്റെ ടീം അംഗങ്ങൾക്ക് മുഴുവൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഏറ്റവും അധികം എന്നെ ഈ അഭിനയ കല പഠിപ്പിച്ച ശ്രീ ജ്യോതിഷനും പിന്നെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും എന്നോടൊപ്പം എന്നും മുഴുവൻ സമയവും കൂടെ നിൽക്കുന്ന എൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ എല്ലാ വിജയങ്ങളും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദൈവത്തിന് നന്ദി. മാഡം ഒരുപാട് പിന്നെ 4 അവറുകൾ ആൻഡ് ഒരു പിടി പുതിയ സിനിമയുടെ വിശേഷങ്ങൾ കൂടി അദ്ദേഹം തീർച്ചയായിട്ടും ഈ വേദിയിൽ നമ്മോടൊപ്പം വെച്ച് പങ്കുവയ്ക്കുന്നതായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ. ആൻഡ് ഒരു പുതിയൊരു വിശേഷം നമ്മളുമായിട്ട് എന്ന് പങ്കുവയ്ക്കാനുണ്ടല്ലോ, എന്താണെന്നുള്ളത് കേൾക്കാൻ എല്ലാവർക്കും വളരെയധികം ആകാംക്ഷയുണ്ട്. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനൊരു അവാർഡ് തരാൻ എന്നെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും, ഗോപാലൻ സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, അവാർഡിനപ്പുറം ഉള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊച്ചിലെ നാടകം കളിച്ച് കലാരംഗത്തേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തരുന്നത് ജനക്കൂട്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവായിട്ട് വന്ന് നടക്കുന്ന ഒരു അവാർഡ് ഷോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും പുതിയ സിനിമയായ സംശയം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു. അപ്പോഴാണ് വാതുക്കെ ടീമൊക്കെ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു അവാർഡ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വരാനും അല്ലെങ്കിൽ നിങ്ങളോട് സംശയത്തിനെ കുറിച്ച് സംസാരിക്കാനൊക്കെയുള്ള ഒരു അവസരമായിട്ട് ഞാനിത് എടുത്തു. അപ്പോൾ മെയ് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് നമ്മുടെ ഏറ്റവും പുതിയ ചിത്രം സംശയം റിലീസാകുകയാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള നമ്മുടെ സിനിമകൾക്ക് എന്ന പിന്തുണ സംശയത്തിനും ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും വളരെ മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നം നേരുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. സംശയം എന്ന പുതിയ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് യുവർ അവാർഡ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.